ശരവണഭവ. എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മുരുക ഭഗവാനെ ആരാധിക്കുന്ന ഒരുപാട് ഭക്തരുണ്ടല്ലേ. മുരുക ഭഗവാന്റെ ഭക്തരായിട്ടുള്ള ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. മുരുക ഭഗവാനുമായി ബന്ധപ്പെട്ട ചില രഹസ്യങ്ങളെക്കുറിച്ച് ഇന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇന്ന് ഞാനിവിടെ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ ന്യായമായിട്ടുള്ള ഏതൊരു ആവശ്യവും ആഗ്രഹവും നടന്നു കിട്ടും. ഭഗവാൻ അതിന് അനുഗ്രഹിക്കും. എന്ത് വിഷമം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും മുരുക ഭഗവാൻ അതിനൊക്കെയും പരിഹാരം കാട്ടിത്തരും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. മുരുക ഭഗവാന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഭഗവാനെ ഉള്ളുരുകി വിളിക്കുന്ന തൻ്റെ ഭക്തനെ ഭഗവാൻ ഒരിക്കലും കൈവിടില്ല. അങ്ങനെ ഭഗവാനെ ചേർത്ത് പിടിക്കുന്നവരെ ഭഗവാനും ചേർത്ത് പിടിക്കും. ചില ഘട്ടങ്ങളിൽ പല പരീക്ഷണങ്ങളും താണ്ടി പല ബുദ്ധിമുട്ടുകളെയും മറികടന്ന് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരേണ്ട ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാവാറുണ്ടല്ലേ. എന്നാൽ മുരുക ഭഗവാൻ വളരെ പെട്ടെന്ന് നമ്മെ നമ്മുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കും. ഒരു പരീക്ഷണങ്ങളും നടത്താതെ നമ്മളെ അനുഗ്രഹിക്കും. അത് ഭഗവാന്റെ വലിയ ഒരു പ്രത്യേകത തന്നെയാണ്. മുരുക ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട് ഭഗവാനെ പ്രീതിപ്പെടുത്താനായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അതിലൊരു 3 കാര്യത്തെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് എല്ലാ മാസത്തിലെയും ഒരു ദിവസം, അതായത് ഇനി ഞാൻ പറയുന്ന ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് സമയവും സൗകര്യവുമുള്ള ദിവസം തിരഞ്ഞെടുക്കാവുന്നതാണ്. അതിൽ ഒന്നുകിൽ മലയാള മാസം 1-ാം തീയതി, എല്ലാ മലയാള മാസവും 1-ാം തീയതി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ മലയാള മാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച, അതായത് 38 ചൊവ്വാഴ്ച. ഇനി അതുമല്ലെങ്കിൽ എല്ലാ മാസത്തിലും 2 ഷഷ്ടി വരും അല്ലെ, 2 ഷഷ്ടി ദിവസങ്ങൾ വരും. ആ 2 ഷഷ്ടി ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇനി അതിനും സാധിക്കാത്തവർക്ക്, ജോലിക്കൊക്കെ പോകുന്നവർക്ക് അങ്ങനെയുള്ള ദിവസങ്ങളിൽ സാധിച്ചു എന്ന് വരില്ല. അങ്ങനെയുള്ളവർക്ക് മലയാള മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച, ഇതിലേതെങ്കിലും ഒരു ദിവസം തിരഞ്ഞെടുത്ത് എല്ലാ മാസവും നിങ്ങളുടെ വീടിനടുത്തുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്ന മുരുക ക്ഷേത്രത്തില്, മുരുകന്റെ അമ്പലത്തിൽ ദർശനം നടത്തുക. മുരുകൻ പ്രധാന പ്രതിഷ്ഠയായിരിക്കുന്ന ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഉപപ്രതിഷ്ഠയായിട്ടിരിക്കുന്ന ക്ഷേത്രത്തിലോ നിങ്ങൾക്ക് പോകാവുന്നതാണ്. പോകുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, 1 രൂപയുടെ ഒരു നാണയം എടുത്ത് നിങ്ങളുടെ തലയ്ക്ക് 3 വട്ടം ഒഴിയുക. ഒഴിയുന്ന സമയത്ത് ഓം ശരവണഭവ എന്ന് പറഞ്ഞുകൊണ്ട് വേണം ഒഴിയാനായിട്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ അത്രയും 1 രൂപ നാണയം എടുത്തിട്ട് ഓരോരുത്തരുടെയും തലയ്ക്കൊഴിഞ്ഞ് ആ നാണയം നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് കൊണ്ടുപോകണം. ഇനി മുതിർന്നവരാണ് എന്നുണ്ടെങ്കിൽ അവരവർക്ക് തന്നെ അവരുടെ തല ഒഴിയാവുന്നതാണ്. കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ തല ഒഴിഞ്ഞ് ആ ഒരു കോയിൻ എടുക്കാവുന്നതാണ്. തലയ്ക്കൊഴിഞ്ഞുകൊണ്ട് ആ ഒരു കോയിൻ എടുക്കാം. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, ഓരോരുത്തരുടെ തലയ്ക്കൊഴിയാനും പ്രത്യേകം കോയിൻ എടുക്കണം. ഒരു കോയിൻ ഉപയോഗിച്ച് എല്ലാവരുടെയും തലക്കൊഴിയാനായിട്ട് പാടില്ല. ഇപ്പം നമ്മളിങ്ങനെ ഒഴിഞ്ഞെടുത്ത വീട്ടിൽ ഇപ്പോൾ 5 അംഗങ്ങളാണുള്ളത് എന്നുണ്ടെങ്കിൽ 5 പേരുടെയും തലയ്ക്കൊഴിഞ്ഞ് 5 നാണയങ്ങൾ വരും. ഈ 5 നാണയങ്ങളും കൊണ്ടുപോയിട്ട് നമ്മൾ മുരുക ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോയി അവിടെ കാണിക്ക വഞ്ചിയിൽ സമർപ്പിക്കുക. ഇങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, എല്ലാ മാസവും നിങ്ങളിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഭഗവാന്റെ ഒരു തുണയുണ്ടാകും. ഒരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഒരു കഷ്ടപ്പാടുകളും നിങ്ങളെ അലട്ടുകയില്ല. ഭഗവാന്റെ ഒരു കരുതൽ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ തുടർച്ചയായിട്ട് എല്ലാ മാസവും 1-2 മാസങ്ങളിൽ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു മാറ്റം അനുഭവിച്ചറിയാൻ സാധിക്കും. സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച നിങ്ങളിലും നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരിലും വന്നു ചേരും. നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ട ധനവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അതൊക്കെയും തന്നെ ഇല്ലാതായി എല്ലാ തരത്തിലുമുള്ള ഐശ്വര്യം നിങ്ങളിലേക്ക് വന്നു ചേരും.
ഇനി അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇത് നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ്. നമുക്കറിയാം, മുരുക ഭഗവാന് പ്രാധാന്യമുള്ള ദിവസമാണ് ചൊവ്വാഴ്ച എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ച ദിവസം വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് ആ നിലവിളക്കിന്റെ അടുത്തായിട്ട് മുരുക ഭഗവാന്റെ ഫോട്ടോ വെച്ച് മഞ്ഞ നിറത്തിലുള്ളതോ അല്ലെങ്കിൽ വെളുത്ത നിറത്തിലുള്ളതോ ആയിട്ടുള്ള പൂക്കൾ ഭഗവാന് സമർപ്പിക്കുക. അതിനു മുന്നിൽ ഒരു നെയ്ദീപം തെളിയിച്ചു വെക്കണം. ആദ്യമേ ഒരു കാര്യം പറയാം, നിങ്ങൾ പൂജാമുറി ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൂജാമുറിയിൽ തെളിയിക്കാവുന്നതാണ്. പൂജാമുറിയിൽ ഓൾറെഡി മുരുക ഭഗവാന്റെ ഫോട്ടോയൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ മുന്നിൽ തന്നെ തെളിയിക്കാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയാണോ നിലവിളക്ക് തെളിയിക്കുന്നത്, പലർക്കും സംശയം ഉണ്ടാവും പൂജാമുറിയിൽ എവിടെയാണോ വയ്ക്കേണ്ടത്. നിങ്ങൾ എവിടെയാണോ നിലവിളക്ക് തെളിയിക്കുന്നത്, നിങ്ങൾക്ക് രാവിലെയും സന്ധ്യാസമയത്തും ചെയ്യാവുന്നതാണ്. ആ നിലവിളക്കിന്റെ തൊട്ടടുത്തായിട്ട് മുരുക ഭഗവാന്റെ ഫോട്ടോ വെച്ച് അതിന്റെ മുന്നിൽ ഇതുപോലെ പൂക്കൾ സമർപ്പിച്ച് ഒരു നെയ്ദീപം തെളിയിക്കുക. അപ്പോൾ നെയ്വിളക്ക് എങ്ങനെയാണ് നമ്മൾ തെളിയിക്കുക? ഒരു മൺചിരാത എടുക്കുക, അതിൽ നെയ്യ് ഒഴിച്ച് തിരിയിട്ട് തെളിയിക്കുകയാണ് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ ചൊവ്വാഴ്ചയും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുന്ന ചൊവ്വാഴ്ചകളിൽ ചെയ്യുക. ഒരു ചൊവ്വാഴ്ച മുടങ്ങിപ്പോകുന്നത് കൊണ്ട് ദോഷങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്ക് എത്രത്തോളം തെളിയിക്കാൻ സാധിക്കുമോ അത്രത്തോളം ഐശ്വര്യം നിങ്ങളിലേക്ക് വന്നു ചേരും. നിങ്ങളുടെ ജീവിതത്തിലുള്ള സകല ദുഃഖ ദുരിതങ്ങളും ഇല്ലാതാക്കാൻ ഇങ്ങനെ ചെയ്യുന്നത് വഴി സാധിക്കും. വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ് അല്ലേ? അപ്പോൾ ഇങ്ങനെ നെയ്വിളക്ക് തെളിയിച്ചു വെച്ചുകൊണ്ട് നമ്മൾ അതിൻ്റെ മുന്നിലിരുന്ന് ഓം ശരവണഭവ എന്ന് ജപിച്ച ശേഷം ഭഗവാനോട് സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ പറയുക. എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറും, സർവൈശ്വര്യം നിങ്ങളിലേക്ക് വന്നു ചേരും. ഇനി മൂന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം, മക്കളെ ഓർത്ത് വിഷമിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട് അല്ലേ? അങ്ങനെയുള്ള അമ്മമാർക്ക് മക്കൾക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുന്ന ഒരു വഴിപാടിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. മക്കളെക്കുറിച്ച് ഏത് തരത്തിലുള്ള സങ്കടമായാലും അമ്മമാരിൽ ഉണ്ടാകുന്ന ആ ഒരു ദുഃഖം, ആ ദുഃഖം ഇല്ലാതാക്കാൻ, മക്കളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട്, മക്കൾ നല്ല രീതിയിൽ ജീവിക്കാനായിട്ട്, മക്കൾക്ക് നല്ല ഐശ്വര്യം ഉണ്ടാവാൻ, അങ്ങനെ മക്കളുടെ എല്ലാ തരത്തിലുള്ള ഉയർച്ചയ്ക്കും അമ്മമാർക്ക് മക്കൾക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുന്ന ഒരു വഴിപാടാണ് കുമാരസൂക്ത പുഷ്പാഞ്ജലി. നിങ്ങളുടെ വീടിനടുത്തുള്ള മുരുകക്ഷേത്രത്തിൽ നിങ്ങൾക്ക് കുമാരസൂക്ത പുഷ്പാഞ്ജലി ചെയ്യാവുന്നതാണ്. ഇത് ചെയ്യാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ദിവസം ഷഷ്ഠി ദിവസമാണ്. മാസത്തിൽ വരുന്ന 2 ഷഷ്ഠി ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ഷഷ്ഠി ദിവസം ചെയ്തു കഴിഞ്ഞാൽ വളരെ ഉത്തമമാണ്. ഇനി അതിന് സാധിക്കാത്തവർക്ക് മറ്റേത് ദിവസവും ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ഈ ഒരു വഴിപാടിന് പൂർണ്ണ ഫലം ലഭിക്കുന്നത് മക്കളുടെ പേരും നാളും പറഞ്ഞ് അമ്മമാര് ഈ ഒരു വഴിപാട് നടത്തുമ്പോഴാണ്. ഇനി അമ്മമാരില്ലാത്ത മക്കളാണ് എന്നുണ്ടെങ്കിൽ അമ്മയുടെ സ്ഥാനത്തുള്ളവർക്കും ഈ ഒരു വഴിപാട് നടത്താം, അതേ ഫലം തന്നെ ലഭിക്കും. ഈ ഒരു വഴിപാട് നടത്തിക്കഴിഞ്ഞാൽ മുരുക ഭഗവാന്റെയും ഭഗവതിയുടെയും അനുഗ്രഹമാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ മക്കൾക്ക് എല്ലാ തരത്തിലുള്ള ഉയർച്ചയും ഉണ്ടാകും. നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും മക്കളെ കൊണ്ട് അനുഭവിക്കേണ്ടി വരില്ല. മക്കളെ കൊണ്ട് ഒരു രീതിയിലുള്ള ദുഃഖവും നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പൊ ഈ ഒരു കാര്യം മക്കളെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്ന ഓരോ അമ്മമാരും ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ ജീവിതത്തിൽ മക്കൾ കാരണം നിങ്ങൾക്ക് ഉണ്ടായ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി മക്കൾ നല്ല രീതിയിൽ ജീവിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം, ഇത് നിങ്ങൾക്ക് വീടുകളിൽ തന്നെ ചെയ്യാവുന്നതാണ്, ഷഷ്ഠി ദീപം തെളിയിക്കുക. ഷഷ്ഠി ദീപം തെളിയിക്കുന്ന വീട്ടിൽ ഒരിക്കലും ദുഃഖ ദുരിതങ്ങൾ ഉണ്ടാവില്ല. ഷഷ്ഠി ദീപം തെളിയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട് ഉറപ്പായിട്ടും രക്ഷപ്പെടും. മാസത്തിൽ 2 ഷഷ്ഠിയാണ്, അത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ഷഷ്ഠി ദിവസം നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഷഷ്ഠി ദീപം തെളിയിക്കേണ്ടത്? നമുക്ക് ഇതിനായിട്ട് ചെറുനാരങ്ങ എടുക്കാം. ചെറുനാരങ്ങ പകുതിയായിട്ട് മുറിച്ച് അതിൻ്റെ നീര് കളഞ്ഞ് നാരങ്ങ മടക്കി അതിൽ എണ്ണയോ നെയ്യോ ഒഴിച്ച് തിരിയിട്ടിട്ടാണ് നമ്മൾ നാരങ്ങാ ദീപമായിട്ടാണ് ഈ ഒരു ഷഷ്ഠി ദീപം തെളിയിക്കുന്നത്. ഇനി എത്ര ഷഷ്ഠി ദീപം നമ്മൾ തെളിയിക്കണം, എത്ര നാരങ്ങാ ദീപം നമ്മൾ തെളിയിക്കണം? നിങ്ങളുടെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ ആ അംഗങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് ഓരോ വിളക്കും ഓരോ അംഗങ്ങളായിട്ട് സങ്കല്പിച്ച് വേണം നമ്മൾ ആ ഒരു ഷഷ്ഠി ദീപം തെളിയിക്കാനായിട്ട്.
നമ്മളുടെ വീട്ടിലുള്ള ഓരോ അംഗങ്ങൾക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കാൻ, ഭഗവാന്റെ ആ ഒരു കാരുണ്യം ഉണ്ടാവാൻ, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഷഷ്ഠിദീപം തെളിയിക്കുന്നത്. ഷഷ്ഠിദീപം തെളിയിച്ചു കഴിഞ്ഞാൽ 100% ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും. ഇപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ 5 അംഗങ്ങളാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ 5 നാരങ്ങാ വിളക്ക് തെളിയിക്കാം. അതിനായിട്ട് ഒരു താലം എടുക്കുക, ഒരു തട്ടം എടുക്കുക, അതിലേക്ക് 5 ചെറുനാരങ്ങയുടെ ഈ ഒരു വിളക്ക് കൂടെ വെച്ച് തെളിയിക്കുന്നതിന് മുന്നേ ആയിട്ട് പൂക്കളൊക്കെ വെച്ച് അലങ്കരിക്കുന്നത് വളരെ ഉത്തമമാണ്. നമ്മൾ ബ്രഹ്മമുഹൂർത്ത വിളക്കൊക്കെ തെളിയിക്കുന്ന സമയത്ത് എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ ചെയ്യുക. വളരെ വളരെ ഐശ്വര്യപ്രദമായിട്ടുള്ള കാര്യമാണ്. ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു മാർഗമാണിത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത് എന്താണോ അത് നിങ്ങൾ ചെയ്യുക. വലിയ മാറ്റം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഈ പറഞ്ഞതുപോലെ തന്നെ മക്കളുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ കുമാരസൂക്ത പുഷ്പാഞ്ജലി കൂടെ കഴിപ്പിച്ചോളൂ. എല്ലാ തരത്തിലും സുഖവും സന്തോഷവും സമ്പൽ സമൃദ്ധിയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനോ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.